പ്രിയപ്പെട്ട ഈ യോഗാധ്യക്ഷൻ പ്രിയങ്കരനായ ഡോക്ടർ ഫസൽ ഗഫൂർ, വേദിയിലിരിക്കുന്ന ബഹുമാന്യ വ്യക്തികളെ, സ്നേഹം നിറഞ്ഞ ബഹുമാന്യരായ സുഹൃത്തുക്കളെ, ഇഫ്താർ ഇന്ന് വ്യാപകമായി എല്ലാ തുറകളിലും നടന്നു വരികയാണ്. MES അത് നടത്തുമ്പോൾ അതിന് കുറേയേറെ പ്രാധാന്യമുണ്ട്. കാരണം MESൻ്റെ ഉറവിടം ഡോക്ടർ അബ്ദുൽ ഗഫൂർ മുതൽ ഈ കോഴിക്കോടിന് നമ്മുടെ സംസ്ഥാനത്തെ മറ്റേത് പട്ടണങ്ങളെക്കാളും വലിയ സംസ്കാരവും അതിലേറെ മതസൗഹാർദ്ദവും അതിൻ്റെ സാഹോദര്യ ബന്ധവും നിലനിർത്തിക്കുന്നതിൽ ഫസൽ ഗഫൂറിൻ്റെ ഉപ്പ ഇപ്പോൾ തുടങ്ങി വെച്ച ഒരു വലിയ പങ്കുണ്ട്. ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്തൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ ഉപ്പ ഫസൽ ഗഫൂറിൻ്റെ ഉപ്പയെപ്പറ്റി പറയുന്ന വാചകങ്ങൾ എൻ്റെ മനസ്സിൽ പെടുന്നു. മതസംഘടനകൾ ധാരാളം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്, പക്ഷേ MES ഒരു മതസംഘടനയല്ല. MES മറ്റൊരു രീതിയിൽ മുസ്ലിം സമുദായം നേരത്തെ വിദ്യാഭ്യാസത്തിനും അതേപോലെ തന്നെ സാമ്പത്തികമായെല്ലാം പിന്നോക്കമായി നിന്ന കാലത്ത് മലപ്പുറം ജില്ല EMS നൽകുന്നത് വരെ ഓത്തും എഴുത്തുമായി എഴുത്തു പഠിച്ചാൽ കണ്ണുപൊട്ടിപ്പോകുമെന്ന് പ്രചരിപ്പിച്ചിരുന്ന കാലത്ത് ഇന്ന് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലക്കകത്ത് ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ജില്ലയായിട്ടുള്ള ജില്ല മലപ്പുറം ജില്ലയാണ്. അതിൻ്റെ പരിവർത്തനത്തിന് വേണ്ടി വലിയ മാറ്റം പ്രവർത്തിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് MES. ഞാൻ CPM പ്രവർത്തകനാണെങ്കിലും SFI മുതൽ പ്രവർത്തിച്ചു വരുമ്പോൾ MESനെ ഞാൻ ബഹുമാനിക്കുന്നുണ്ട്. MESൻ്റെ പ്രവർത്തനങ്ങളെ ഞാൻ നോക്കിക്കാണാറുണ്ട്. ഇന്ന് നമ്മൾ ഉയർത്തിക്കൊണ്ടുവരുന്ന മതനിരപേക്ഷതയും മതവൈരത്തിനെതിരായിട്ടുള്ള മതസൗഹാർദ്ദത്തിനും വേണ്ടി മുൻപന്തിയിൽ എന്ന് MES വന്നിട്ടുണ്ട്. ഇവിടെ ഡോക്ടർ സജീവ് സാറ് സൂചിപ്പിച്ച പോലെ നമ്മുടെ ലോകം ഇന്ന് ഒരു പ്രത്യേക സാഹചര്യത്തിൽ പോവുകയാണ്. ട്രംപ് രണ്ടാം ലോക മഹായുദ്ധ കാലം എന്തായിരുന്നു ആ കാലത്തേക്ക് ഈ ലോകത്തെ കൊണ്ടുപോകുക. കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ മുതലാളിത്ത രാജ്യങ്ങൾ പോലും യുദ്ധത്തിനെതിരായിട്ടുള്ള ഒരു മാറ്റം വന്നപ്പോൾ ട്രംപ് ഇപ്പോൾ പണ്ടത്തെ ബ്രിട്ടീഷുകാരൻ്റെ ഡിവൈഡിങ് റൂൾ വെച്ച് വളരെ കൃത്യമായി ഈ ലോകത്തെ നയിക്കുന്നത് ആ നിലയിലേക്കാണ്. ട്രംപിൻ്റെ ഈ ലോകത്തെ ഏറ്റവും വലിയ സഹചാരി ഇന്ത്യൻ ഭരണകൂടമാണ്, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. അത് തർക്കമല്ല. ഞാനതിൻ്റെ വിശദാംശങ്ങളോ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ പറയാനല്ല ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നമ്മുടെ നാടും ലോകവും നീങ്ങുകയാണ്. നമ്മുടെ രാജ്യത്ത് മതത്തിൻ്റെ പേരിൽ വിഭജിച്ച് ഭരണകൂടം രാഷ്ട്രീയ സ്വാധീനം ഉറപ്പിച്ച് അവന് നടത്തുന്നതെല്ലാം നടത്തിക്കുന്ന നടപടിയിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. അതിൻ്റെ അവസ്ഥ അതിഭീകരമാണ്. നമ്മുടെ രാജ്യത്ത് മതേതരത്വത്തിൻ്റെ ഒരു അന്തരീക്ഷമുള്ള സ്റ്റേറ്റ് കേരളം മാത്രമാണ്, യാതൊരു തർക്കവുമില്ല. അപ്പോൾ ആ കേരളത്തിൽ യാഥാർത്ഥ്യബോധത്തോടെ മതേതരത്വത്തിന് വേണ്ടി മതനിരപേക്ഷതയ്ക്ക് വേണ്ടി നിൽക്കുന്നത് ആരൊക്കെ എന്ന് വിലയിരുത്തുന്നതിലാണ് ഓരോ വ്യക്തിയുടെയും ബുദ്ധിയും ആ വ്യക്തിയുടെ മനസ്സിൻ്റെ വിശാലതയും വ്യക്തിത്വവും നിൽക്കുന്നതെന്ന് ഞാൻ കാണാം. അവിടെ നമ്മൾ പരിശോധിക്കപ്പെടേണ്ടത്. പ്രസംഗിച്ചത് കൊണ്ട് മാത്രം മതേതരത്വമാവില്ല, പ്രായോഗിക തലത്തിൽ പ്രവർത്തിക്കുന്നിടത്താണ് പ്രശ്നം. അതാണ് ഞാൻ MESനെ നേരത്തെ പറഞ്ഞത്. MESനോട് എനിക്ക് ആ ബഹുമാനമുണ്ട്, ഞാനത് ഉള്ളു തുറന്നു തന്നെ പറഞ്ഞതാണ്. എന്തായാലും മതനിരപേക്ഷത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അതിനുവേണ്ടി വളരെ ശക്തമായി പുതിയ തലമുറയെ കൂടി അതിലേക്ക് കൊണ്ടുവരാനുള്ള പ്രവർത്തനമാണ് നമ്മൾ നടത്തേണ്ടത്. പുതിയ തലമുറ വഴിതെറ്റിപ്പോകുന്ന ഒരു സ്പീച്ച് കേട്ടുകൊണ്ടാണ് ഞാനും കേട്ടിയും കൂടെ അങ്ങോട്ട് വന്നത്. ഞാൻ അതിലേക്കൊന്നും പ്രവേശിക്കുന്നില്ല. ഒരു കാര്യമുണ്ട്, പുതിയ തലമുറയെ ഇവിടെ നേരത്തെ സംസാരിച്ചവർ പറഞ്ഞ പോലെ വീടുകളിൽ നിന്നാണ് നമ്മുടെ സംസ്കാരത്തിൻ്റെ സ്റ്റാർട്ടിങ്. അത് കൂടുന്നതാണ്. ഇന്ന് നമുക്കാർക്കും സമയമില്ല, രക്ഷിതാക്കൾക്ക് സമയമില്ല. കുട്ടികൾക്ക് വേണ്ടി എല്ലാം ചെയ്യാൻ നമ്മൾ തയ്യാറാണ്. ഇന്ന് 10 സെൻറ്റ് സ്ഥലം വാങ്ങുന്നതിന് പകരം കുട്ടിക്ക് എത്ര കണ്ട് വലിയ വിദ്യാഭ്യാസം കൊടുക്കണം, ആ വിദ്യാഭ്യാസത്തിന് പണം ചിലവാക്കാൻ തയ്യാറാണ്. പക്ഷേ ആ കുട്ടിയെ സ്നേഹിക്കാൻ നമ്മളോട് മറന്നു പോകുന്നുണ്ട്. ആ കുട്ടിയുടെ മാനസിക നിലയെ പഠിക്കാൻ നമ്മളോട് മറന്നു പോകുന്നുണ്ട്. ആ കുട്ടിയെ ഇഞ്ചക്ട് ചെയ്തുകൊണ്ട് പഠിച്ച് അവനെ വലിയ ആക്കാൻ വേണ്ടിയിട്ട് അവനെ സമ്മർദ്ദം നടത്തുകയാണ്. അവിടെ ഡോക്ടർ ഫസൽ ഗഫൂറൊക്കെ ഇവിടെ ഉണ്ട്, MES ഉണ്ട്. സത്യത്തിൽ നമ്മുടെ രക്ഷിതാക്കൾക്ക് ബോധവൽക്കരണം കൊടുത്തുകൊണ്ട് തന്നെയാണ് നമ്മൾ പുതിയ തലമുറയ്ക്ക് ഈ വഴിതെറ്റിപ്പോകുന്ന നമ്മുടെ കുട്ടികളെ തിരിച്ചു കൊണ്ടുവരേണ്ടത് എന്നതാണ് എൻ്റെ അഭിപ്രായം. ഈ ഇഫ്താർ കോഴിക്കോടിന് മാതൃകയായി കേരളത്തിലും
ലോകത്തിലും എല്ലാം അറിയപ്പെടുന്ന പ്രസ്ഥാനമായിട്ടുള്ള MES ഇവിടെ സംഘടിപ്പിച്ചതിൽ അതിൻ്റെ ഭാരവാഹികളോട് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും ഇഫ്താർ ആശംസകളും റംസാൻ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.